ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു പുളിയും എല്ലാം കൂടി ചേർന്ന തക്കാളിയുടെ നല്ലൊരു ഫ്ലേവർ വന്നു. ഇപ്പൊ തുറന്നപ്പോ തന്നെ ഇങ്ങനെ തുറക്കുമ്പോ തന്നെ എപ്പോഴും ഇങ്ങനെ. അപ്പൊ ഏകദേശം ഒന്ന് എടുത്തറിയണം പുളിയുടെ മണം. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും അടച്ചു വെക്കണം. കുറച്ചു നേരം കൂടെ ഒന്ന് അടച്ചു വെക്കുക. കാരണം ഇത് ഏകദേശം ഒരു കട്ടി രൂപയായി വരുന്നുണ്ട്. ഇപ്പൊ ഇത്തിരി കൂടെ ആവും. ഇനിയിപ്പോ നമ്മളടുത്ത് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് എണ്ണയും കൂടി ഒഴിച്ച് ഇങ്ങോട്ട് വാങ്ങി വെക്കുക. ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക. ഇത്രല്ല നല്ല പരിപാടി ഉണ്ട്. കറക്റ്റ് കണക്കാണല്ലോ. ഇത് കായുധം വെച്ചിട്ടുള്ള കളിയാണ്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ നല്ല ഒരുവിധം വേറെന്തോ പറയാൻ വന്നു മണത്തിട്ട് അത് പറയുന്നില്ല. ഇനിയിപ്പോ എന്താണ് നമ്മുടെ ആ ഒരു തക്കാളിയും ബാക്കി എല്ലാം കൂടി ചേർന്ന് ശരിക്കും ഒരു കട്ട രൂപയ വെള്ളമൊക്കെ വറ്റി ശരിക്കും പിടിച്ചിട്ടുണ്ട്. ചെമ്മീനെ കംപ്ലീറ്റ് പിടിക്കും മൊത്തം. ഇപ്പോൾ നമ്മൾ അടുത്തതായി ഇതിലേക്ക് നമ്മൾ നമ്മുടെ തേങ്ങാപ്പാൽ കൂടി ചേർക്കാൻ പോവാണ്. ഇങ്ങനെ വട്ടത്തിൽ ചെമ്മീൻ കറി അല്ലേ ടേസ്റ്റാ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ടൈഗർ പ്രോൺസ് തേങ്ങാപ്പാൽ കറി. അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ തേങ്ങാപ്പാൽ വയ്ക്കുമ്പോ പെട്ടെന്ന് തന്നെ ഒരു ഇതാവുമല്ലേ, തിക്കായിക്കൊണ്ടിരിക്കും. മീൻസ് ആ ഒരു ഗ്രേവി തിക്കാവും. നല്ലൊരു ഗ്രേവി ആയിട്ടുണ്ട്. പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിക്കണം. ഓഫ് ചെയ്യാൻ ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ വാങ്ങി വെക്കുക. ഓഫ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പതേ നമ്മുടെ ചെമ്മീൻ കറിയും റെഡി ആയിട്ടുണ്ട് അല്ലേ. ടൈഗർ പ്രോൺസ് കോക്കനട്ട് മിൽക്ക് കറി. അപ്പൊ അതും റെഡി ആയിട്ടുണ്ട്. അപ്പൊ സിബിച്ചേട്ടാ ഡിഷിലേക്ക് ഞാൻ എടുത്തിട്ട് വരാം. അത് ഞാൻ എടുത്തിട്ട് എന്തായാലും കൂടി ചെയ്തേക്കാറ്. അപ്പൊ ഡിഷിലോട്ട് മാറ്റാൻ പോകുന്നത് കപ്പക്കറി ആയില്ലേ? കപ്പക്കറി നമ്മുടെ ഞണ്ടുണ്ടല്ലോ. ഞണ്ടുണ്ട്. അപ്പൊ നമ്മുടെ കൊഞ്ച് അഥവാ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ സബിച്ചേട്ടാ വളരെ നന്ദി. താങ്ക് യു. അങ്ങോട്ട് നന്ദി, ഇങ്ങോട്ട് വേണ്ട. അപ്പൊ ഞാൻ അവിടെ പോയി കഴിക്കാൻ പോകുന്നത് എല്ലാം കൂടി എനിക്ക് ഇങ്ങോട്ട് തരാം. എല്ലാം കൂടി അങ്ങോട്ട് എത്തിച്ചേക്കാം. കിച്ചണിൽ നിന്നും ഞാനിവിടെ ടേബിളിലേക്ക് ഇരിക്കുക. നമ്മുടെ ആൻഡിലേട്ടനും ഷാജി ചേട്ടനും ഇവിടെ വന്നിട്ടുണ്ട്. ഷാജി ചേട്ടാ, നമ്മുടെ ഉച്ചയ്ക്ക് നമ്മുടെ സ്പെഷ്യാലിറ്റി ആണല്ലോ ഇല ഊണ്. അപ്പൊ അതെങ്ങനെ മാനേജ് ചെയ്ത് പോണ്? ഇല കിട്ടാനുണ്ടോ? പിന്നെ ഇല നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നാണ് മൊത്തം വരുന്നത്. ഇവിടെ ഇല്ല. തമിഴ്നാട്ടിൽ നിന്ന് ഇല പർച്ചേസ് ചെയ്യാണ്. അല്ല, പർച്ചേസ് ചെയ്യുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. നമ്മൾ വാങ്ങിക്കുന്നത് ഇവിടുത്തെ മാർക്കറ്റുകളിൽ നിന്നാണ്. അപ്പൊ അത് നിർബന്ധം തന്നെയാണല്ലേ ഇലയില് നമ്മൾ കൊടുക്കണം. അത് എല്ലാം ട്യൂഷനല്ലേ. അപ്പൊ അതും കൂടി മാനേജ് ചെയ്യേണ്ട കാര്യമുണ്ട്. അല്ലെങ്കിൽ സാധാരണ താങ്ക് യു അല്ലെങ്കിൽ നടുക്കഷ്ണമൊക്കെ മുറിച്ചിട്ട് അങ്ങ് കൊടുക്കാം. ട്യൂഷനല്ലേ തന്നെയാണ്. എത്ര തരം കറികൾ? 6 തരം കറികൾ. 6 തരം കറികൾ. പിന്നെ സാമ്പാർ, തോരൻ, അച്ചാറ്, ഇഞ്ചിക്കറി, പായസം. അപ്പൊ നമുക്ക് താങ്ക് യു. നമ്മുടെ കപ്പ, 2 ചെമ്മീൻ. കപ്പയുടെ മെയിൻ കോമ്പിനേഷനാണ് രണ്ടും. രണ്ട് കഴിക്കുന്നുണ്ടാവില്ലല്ലോ അല്ലേ? ടേസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പം തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ട്. ആ ഒരു വറ്റിച്ചതിൻ്റെ ടേസ്റ്റ് കപ്പ മൂപ്പിച്ചെടുത്ത് കഴിക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുള്ളല്ലോ. ചെമ്മീനും വന്നു, ഞണ്ടും വന്നു. ഇപ്പം അതും കൂട്ടി ഞാൻ മിക്സ് ചെയ്ത് കടിക്കുക. പറയില്ലേ, ഒന്നാമത് ചെമ്മീൻ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഇപ്പോൾ തേങ്ങാപ്പാലും കൂടി ഒന്നും അങ്ങനെയാണ് വയൽ ഇതുപോലെ ഇങ്ങനെ ഒരുക്കി. ഇത് കൂടാണ്ട് കെട്ടുവള്ളങ്ങളുടെ ശാഖ ഇങ്ങോട്ട് ഈ ഒരു സൈഡിലോട്ട് ഉണ്ടോ? ഇല്ല. ഇനി വരാൻ വല്ല ഉദ്ദേശവും നോക്കുന്നുണ്ട്. ഭാവിയിലോട്ട് വരണം അല്ലേ? പിന്നെ തീർച്ചയായിട്ടും നല്ലൊരു സീ ഫുഡ് റെസ്റ്റോറൻ്റാണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടും വന്നത്. ഓരോ ബ്രാഞ്ചസിൽ പോയി അവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്തായാലും അവിടുത്തെ എല്ലാം അറിയണം. ഇത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് വീണ്ടും വന്നത്. നമ്മൾ പ്രേക്ഷകർ ഓരോ സൈഡിൽ നിന്നുള്ളവർക്കും പോവാലോ. അവരുടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡിലോട്ട് നമ്മൾ കുട്ടനാടൻ റീജിയൻ ആയതുകൊണ്ട് തന്നെ കെട്ടുവള്ളം എന്നുള്ള ഗ്രൂപ്പിൻ്റെ കെട്ടുവള്ളം മാറ്റി കുട്ടനാട് എന്നുള്ള ഇത് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് കണ്ടോ കുട്ടനാടിന് എഴുതുകയാണ്. കെട്ടുവള്ളം ഗ്രൂപ്പിൻ്റെ തന്നെയാണ്, പാർട്ട്നേഴ്സാണ്.
കുട്ടനാട് 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 റെസ്റ്റോറൻറ്റ്. ഇനി അങ്ങോട്ട് കുട്ടനാടാണ്. ഇനി നല്ല രീതിയിൽ വ്യാപിപ്പിച്ച് വരികയാണെങ്കിൽ ട്രാവൻകൂർ റെസ്റ്റോറൻറ്റ് ഒന്നും വരും. തീർച്ചയായിട്ടും വരട്ടെ. അതായത് നല്ല ഫുഡാണ്. നമ്മുടെ ഞണ്ടും ഇല്ല, എരിവുണ്ട് കേട്ടോ. കപ്പയ്ക്ക് ഇതല്ലേ ഒരു നല്ല ഫ്രഷ് ഞണ്ടും നല്ല ചെമ്മീനൊക്കെ ആയിട്ട് ഇങ്ങനെ കപ്പയും കൂട്ടി നല്ല ചോറും കൂട്ടി എല്ലാം കൂടി കഴിക്കാം. ഇങ്ങോട്ട് വരാം. നമ്മുടെ കുട്ടനാട് റെസ്റ്റോറൻറ്റ് കറക്റ്റ് സ്ഥലം ഒന്നും കൂടെ പ്രഷർക്ക് പറഞ്ഞു കൊടുക്കാവോ? എറണാകുളം ആലപ്പുഴ റൂട്ടിൽ, എറണാകുളം ആലപ്പുഴ റൂട്ടിൽ പാട്ടുകുളങ്ങര തുറവൂര് നെക്സ്റ്റ് മുന്നാണ് പാട്ടുകുളങ്ങര. ഇവിടെ തന്നെ റൈറ്റ് സൈഡിൽ കുട്ടനാട് റെസ്റ്റോറൻറ്റ്. നമ്പർ ഷാജി ചേട്ടനോ അനിൽ ചേട്ടനോ മഞ്ജു ചേച്ചിയോ എല്ലാവരും ഉണ്ടാകും ചിലപ്പോൾ, അല്ലേ? വന്ന് ചോദിക്കുക, നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക, സംതൃപ്തിയായിട്ട് പോവുക. അത്രേ ഉള്ളൂ. എന്തായാലും വളരെ നന്ദിയുണ്ട്. അതാണ് നമ്മുടെ കൺസെപ്റ്റ് തന്നെയാണ്. ഇങ്ങനത്തെ നിങ്ങൾ മിക്കവരും ആ ഒരു വയറ് നിറച്ച് കൊടുക്കുക, ഒപ്പം തന്നെ മനസ്സും കൂടി നിറയ്ക്കുക. അതാണ് മിക്കവരും ഇപ്പം നോക്കുന്നത്. ഇപ്പം എന്തായാലും വളരെ പറഞ്ഞോളൂ. ഇപ്പം ആരും കോസ്റ്റ് അല്ല നോക്കുന്നത്. ഇപ്പം നല്ല ഫുഡ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ, അതാണ് എല്ലാവരും നമ്മൾ കഴിക്കുന്ന ആൾക്കാരും മാക്സിമം നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. നല്ലൊരു കാര്യം തന്നെയാണ്. താങ്ക് യു. ഇതെല്ലാത്തിനും നല്ല ഫുഡിനും താങ്ക് യു. നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡ് കാണാം.